ഈ ശ്രീധരനെ പോലുള്ള ഒരാൾ ഇത്തരം ഒരു പദ്ധതിയുമായി രംഗത്ത് വന്നപ്പോൾ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ച് കേന്ദ്ര സംസ്ഥാന പദ്ധതികളാക്കി ഇത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കൺസെൻസസ് ഡെവലപ്പ് ചെയ്യലേ വേണ്ടത്. ഒരു നല്ല അവസരമായിരുന്നു അത്. അതൊരു ഉപയോഗിച്ചില്ല. അവർ കേരളയിൽ എന്ന് പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട നെഞ്ചത്ത് കല്ലുവെക്കാനാണ് പോയത്. അതും പിടിച്ചുകൊണ്ട് നിന്നു 4 കൊല്ലം. വാശിയായിരുന്നു. ഈ ശ്രീധരൻ അദ്ദേഹത്തോട് രാഷ്ട്രീയമായി വിയോജിക്കാം, അദ്ദേഹത്തിന്റെ നിലപാടുകളുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ കേപ്പബിലിറ്റിയെയും എഫിഷ്യൻസിയെയും ആരും എതിർക്കേണ്ട കാര്യമില്ല. കൊങ്കൺ റെയിൽവേ നടത്തി കാണിച്ചു തന്ന ആളാണ് അത്. നമ്മുടെ നാടിന്റെ അഭിമാനകരമായിട്ടുള്ള ഒരു നിമിഷമായിരുന്നു അതൊക്കെ. അങ്ങനെയുള്ള ഒരു എക്സ്പേർട്ടായിട്ടുള്ള അദ്ദേഹം ഒരു പദ്ധതിയുമായി മുന്നോട്ട് വന്നാൽ അത് കേന്ദ്ര ഗവൺമെന്റ് മുമ്പാകെ സമർപ്പിച്ച് നടപ്പിലാക്കുന്നതിന് പകരം കേരളിന്റെ പിന്നാലെ പോയി. ഇപ്പം എന്താ അതിവേഗത? അപ്പം പിന്നീട് ശ്രീധരൻ ഈ അതിവേഗ റെയിലുമായിട്ട് മുന്നോട്ട് വന്നപ്പോൾ അതിനെ മറികടക്കാനെന്ന വ്യാജേന ബജറ്റിന്റെ തലേന്ന് ഒരു പ്രഖ്യാപനം, ഞങ്ങളും ഹൈ സ്പീഡ് കോറിഡോർ കൊണ്ടുവരും. ഒരു ഗൃഹപാഠം നടത്തിയായിട്ട് നമുക്കറിയില്ല. ഈ സംബന്ധിച്ച് കാര്യമായിട്ടൊന്നും നടത്തിയായിട്ട് അറിയില്ല. ഒരു പ്രഖ്യാപനം. സംസ്ഥാന ഗവൺമെന്റ് ചെയ്യേണ്ടത് അതല്ലല്ലോ. സംസ്ഥാനത്തെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ നമുക്ക് അവകാശപ്പെട്ടാണല്ലോ. ഇത് ആരുടെ ഔദാര്യമൊന്നുമല്ലല്ലോ. കേന്ദ്ര ബഡ്ജറ്റിൽ സംസ്ഥാനത്തിന് കൊടുക്കാന്ന് പറഞ്ഞാൽ ഇത് കേന്ദ്രത്തിന്റെ ഔദാര്യമാണോ? നമ്മളെ ജനങ്ങളും നികുതി കൊടുക്കുന്നവരല്ലേ? കേരളത്തിലെ ജനങ്ങളും നികുതി കൊടുക്കുന്നവരല്ലേ? അപ്പോൾ എവിടെ എല്ലാ സംസ്ഥാനങ്ങളും കിട്ടുന്നത് പോലെ നമുക്കും കിട്ടാൻ നമുക്ക് അധികാരമുണ്ട്, നമുക്ക് അവകാശമുണ്ട്. പക്ഷെ അത് വാങ്ങിക്കാനുള്ള ഒരു സമീപനം, കൺസ്ട്രക്റ്റീവായിട്ടുള്ള സമീപനം കേരള സർക്കാരും കാണിച്ചില്ല എന്നുള്ളതാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്.